തീവ്രത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ജലപൂരത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണല്ലേ? കൈക്കരുത്തിന്റെ കായൽക്കരുത്തിന്റെ കരുത്തരാരാണെന്ന് അല്പസമയത്തിനകം അറിയാം. ഇതാ നോക്കൂ അഖിലെ മോനെ, ഒന്ന് ക്യാമറ തിരിച്ചു കൊടുക്ക. ആ കിടക്കുന്ന കിടപ്പ് കണ്ടോ? 19 ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഒന്നിനൊന്ന് ആവേശത്തോടുകൂടി കിടക്കുന്ന 19 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ നെഹ്റു പവനിലേക്ക് തല ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന 19 അത് മാസ്റ്ററിൽ ആരംഭിച്ചിരിക്കുന്നു. അവരിതാ അവരുടെ ഓരോ പങ്കായവും ഉയർത്തിക്കൊണ്ട് മാസ്റ്ററിന്റെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ഈ കായൽപ്പരപ്പിലേക്ക് ആവേശകരമായ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പരസ്പര ബഹുമാനത്തോടുകൂടി അതിലേറെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കായൽക്കരയുടെ രാജാവാരാണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള കരുത്തിന് വേണ്ടി ആരാണ് ഈ കരുത്ത് ഇത്തവണ മാറ്റുക എന്ന് കരുതുന്നതിന് മുമ്പിൽ വളരെ ആവേശത്തോടെ അവർ ആ മാസ്റ്ററിൽ നടത്തുകയാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട്, വർഷങ്ങളുടെ ചരിത്രമുണ്ട്. പുന്നമട കായലിന്റെ ഓളപ്പരപ്പുകൾക്ക് അറിയാം. ഓരോ ആവേശത്തിലും ഓരോ ചുണ്ടനും തൊട്ടില്ല എന്ന രീതിയിൽ തഴുകിത്തടന്നു പോകുന്ന കായൽപ്പരപ്പിലെ ഓരോ കുഞ്ഞും ചുണ്ടങ്ങൾക്കും അറിയാം പുന്നമട കായലിന്റെ ആവേശം എന്താണെന്ന്. ഇരുകരയിൽ നിൽക്കുന്ന കാണികളുടെ വള്ളപ്രേമികളുടെ വള്ളംകളി പ്രേമികളുടെ ആവേശം എന്താണെന്നറിയാം. ആ ആവേശം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതാ മാസ്റ്ററിൽ എന്ന ആ വള്ളംകളി ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരേ താളത്തിൽ ഒരേപോലെ തുഴ ഉയർത്തിക്കൊണ്ട് പവലിനെ അഭിവാദ്യം ചെയ്യുന്നു, കാണികളെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളിതാ തയ്യാറെടുക്കുകയാണ്. ആരാണ് 70ാമത് പുന്നമടക്കായലിന്റെ പൊന്നിലേക്ക് മുത്തമിടാൻ പോകുന്നത് ആരെന്ന് കാണിക്കുവാൻ വേണ്ടി ഞങ്ങളിതാ തയ്യാറെടുക്കുകയാണെന്ന് എല്ലാവരെയും ലോകമെങ്ങുമുള്ള മലയാളികളായിട്ടുള്ള കലാകായിക പ്രേമികളെ ഒരേപോലെ ആവേശം നിൽക്കുന്നു. കായൽ കരുത്തിന്റെ കരുത്തരാരാണെന്ന് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് സമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. ഞങ്ങൾ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള മാസ്റ്ററിലാണ് ഈ കാണുന്നത്. അവരോരോരുത്തരെയും മാറുന്നു. കണ്ണൻ നായരെ, കളി തുടങ്ങാൻ പോകുകയാണ്. കാരിച്ചാലിന്റെ ആരാധനായ കണ്ണൻ നായരെ, പറയൂ ആരായിരിക്കും പുതിയ ചുണ്ടൻ? അവർ പറയുകയാണ്, ആ ഓരോ തൃശ്ശൂർക്കാരും പറയുകയാണ്, ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മന്ത്രി റിയാസ് ഈ ഒരു മാസ്റ്ററിൽ എന്ന് പറയുന്ന പരിപാടിയാണ് മുഹമ്മദ് റിയാസ് കാണുന്നത്. അതായത് ആ മാസ്റ്ററിൽ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെയും ഈ വള്ളംകളി കാണാൻ ഓരോ തെങ്ങിന്റെ മണ്ടയിലും കയറിയിരിക്കുന്ന ആൾക്കാരെ അടക്കം അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേണം, നിങ്ങളുടെ ആർപ്പുവിളി വേണം, നിങ്ങളുടെ ആരവം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തുഴഞ്ഞുകൊണ്ട് റിവേഴ്സ് കയറി പോവുകയാണ്. BBC പുന്നമട അടക്കമുള്ള വള്ളങ്ങളെല്ലാം തന്നെ ഇനി നിമിഷങ്ങൾ മാത്രമാണ്. ഇനി ചാട്ടുളി പോലെ ആ 1130 മീറ്റർ പാഞ്ഞ് ആ ഹീറ്റ്സ് മത്സരങ്ങളിൽ പാഞ്ഞ് വെള്ളത്തുള്ളികളെ തെന്നി മാറിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ചയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പക്ഷേ KSRTC ബസ് സ്റ്റാൻഡിൽ കാണാൻ പറ്റുമോ? ഇതുപോലെ അച്ചടക്കത്തോടുകൂടി ബസ് ഇറങ്ങുന്നേക്കാളും അച്ചടക്കത്തോടുകൂടി തുഴയുടെ കരത്തിൽ തുഴയുടെ ബാലൻസിൽ ഇതാ ഓരോരോ വള്ളങ്ങളായിട്ട് ഓരോരോ ചുണ്ടങ്ങളായിട്ട് പുന്നമട BBCയുടെ പുന്നമട പോകുന്നു, പായിപ്പാടൻ ചുണ്ടൻ പോകുന്നു, വലിയ ദിവാൻജി പോകുന്നു. ഇങ്ങനെ ഓരോരോ ചുണ്ടന്മാരായിട്ട് അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അവർ തലതിരിക്കുകയാണ്. തലതിരിഞ്ഞ് അവർ പോവുകയാണ്. ഇനിയും ഒരു മത്സരത്തിലാണ്. ഇത്രയും നേരം കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്നതാണ് കളി. ജലപൂരം, ജലത്തിനെ തീപിടിപ്പിക്കുന്ന, പുന്നമടയാറിനെ തീപിടിപ്പിക്കുന്ന ജലമാമാങ്കം നടക്കാൻ പോവുകയാണ്. കാത്തിരിക്കുക, നിങ്ങൾ മാതൃഭൂമി ന്യൂസിനൊപ്പം കാത്തിരിക്കുക പ്രേക്ഷകരെ. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് അണുവിട വ്യത്യാസമില്ലാതെ, 1 ഇഞ്ച് വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഓരോ ദൃശ്യങ്ങളും ഓരോ സംഭവങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാതൃഭൂമി ന്യൂസ് പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു. ദേ പോകുന്നു ആനാരി. എവിടെ നിന്നുള്ള വള്ളവാ? ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ. ഒന്നാമത്തെ ഹീറ്റ്സില് 4ാമത്തെ ട്രാക്കിൽ അവരുണ്ടാകും ആനാരി. അതോടൊപ്പം തന്നെ 1ാമത്തെ ഹീറ്റ്സില് 3ാമത്തെ ട്രാക്കിൽ ആയാമ്പറമ്പ് പാണ്ടിയുണ്ട്. മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചുള്ളന്മാരാണ്. നല്ല ചുള്ളന്മാര് പിള്ളേരാണ്. കൈക്കരുത്തിന്റെ കരുത്ത് ചുരമാറ്റുന്ന പിള്ളേരാണ്. അവർക്കൊപ്പമുണ്ട്. ആനാരി ഒരു ചരിത്രം പറഞ്ഞാലേ 58 തുടങ്ങി രൂപീകരിച്ച വള്ളമാണ്. അന്ന് പണിഞ്ഞ വള്ളമാണ്. 2010 പുതുക്കി പണിഞ്ഞു. ആ പുതുക്കി പണിഞ്ഞ വള്ളം അതേ നോക്കേ, 14 വർഷം മുമ്പ് പുതുക്കി പണിഞ്ഞ വള്ളമാ പോകുന്നത്. ആരെ തുഴയുന്നേ? ജീസസ് ബോട്ട് ക്ലബ്ബ്. എവിടുത്തുകാരാ? കൊല്ലത്തുകാരാ. കൊല്ലത്തുനിന്ന് വന്ന് തുഴയുന്ന ആൾക്കാരാ. അത് കുത്തി തുഴയുന്ന ആൾക്കാരാ. കുട്ടനാട്ടുകാരുടെ പാടി തുഴയുന്ന ആളല്ല. അവരുടെ പങ്കായം നോക്കിയേ. കടലിൽ തുഴയുന്ന പങ്കായവാ, വിരിഞ്ഞ പങ്കായവാ. ആ പങ്കായം വെച്ച് തുഴയാൻ പോവാ അവര് ജയിക്കുവോ? അതോ കാരിച്ചാലി ജയിക്കുവോ? അതോ ചമ്പക്കുളം ജയിക്കുവോ? നടുഭാഗം ജയിക്കുവോ? അഖിലിന്റെ മുന്നിലൂടെ, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലൂടെ കാരിച്ചാലിന്റെ കരുത്തന്മാരിതാ റിവേഴ്സ് ഗിയർ ഇട്ടുകൊണ്ട് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ആ വള്ളം. കാരിച്ചാൽ സ്വല്പം ചരിച്ചിട്ടുള്ള കാരിച്ചാൽ വള്ളം ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഒന്ന് ചരിച്ചെടുത്ത് വരുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. അവരങ്ങോട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു കാര്യശാലേ, ഇവര് വള്ളം നേരെ ഫ്രണ്ടിലോട്ട് വരികയാണ്. ഇവർ റിവേഴ്സ് ഗിയറിൽ പോകുന്ന കേട്ടോ. നോക്കിക്കേ, ആ വള്ളങ്ങൾ റിവേഴ്സ് ഗിയറിലാണ് പോകുന്നത്. റിവേഴ്സ് ഗിയറിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. അതായത് അണിയം ഒരു കാരണവശാലും മുന്നിൽ പോവില്ല.
പോകുന്ന അമരമാണ്, ഏറ്റവും മുന്നോട്ട് പോകുന്ന അമരമാണ്. അതിനുശേഷം റിവേഴ്സ് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ കാരിച്ചാൽ അവരുടെ ട്രാക്കിൽ ക്രിയ ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിലേക്ക് വരുന്ന പായിപ്പാട് നമ്പർ 2 ആലപ്പാടൻ ആയാപ്പറമ്പ് പാണ്ടി, നേരത്തെ കണ്ണൻ നായർ പറഞ്ഞ ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലത്തിന്റെ ആനാരിച്ചുണ്ടൻ എന്നിവർ ആദ്യ ഹീറ്റ്സിന് തയ്യാറെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്ന കാഴ്ച. മറ്റുള്ള വള്ളങ്ങളാകട്ടെ മറ്റു ചുണ്ടങ്ങളാകട്ടെ മാറി നിൽക്കുന്നു. അവരുടെ ഹീറ്റ്സിന് സമയത്തെത്തുമ്പോഴായിരിക്കും അവരെത്തുക. അങ്ങനെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. കായലിനെ തീപിടിപ്പിക്കുന്ന, കരുത്തിന് തീപിടിപ്പിക്കുന്ന പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താം. എന്തായാലും ഈ ആവേശം ഒട്ടുമടങ്ങാത്ത രീതിയിലേക്കാണ് ഈ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന വേമ്പനാട് കായലിന്റെ ഈ ഫിനിഷിംഗ് പോയിന്റ് ചുറ്റോടും ചുറ്റും നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആരാധകർക്കപ്പുറം ഓരോ മലയാളിയും വളരെ ആവേശത്തോടെ വള്ളംകളിയുടെ ആ ആവേശം കണ്ടറിയുവാൻ വേണ്ടി നമുക്കൊപ്പം തുടരുക.